എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇഗ്നോയുടെ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ BPSC 104 എന്ന പേപ്പറിൽ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു സെഷനാണ്. ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റം, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റം എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങാം. Different phases of a party system in India. The party system in India evolved in different phases, from the dominance of single party, the Congress, to multiplication of several parties. The following ഡിഫറൻറ്റ് ഫേസസ് ഓഫ് പാർട്ടി സിസ്റ്റമാണ്. ഡിഫറൻറ്റ് ടൈപ്സ് അതിൽ ഭാഗമായിട്ട് കൂടെ ഉണ്ട്. എന്നാൽ മെയിനായിട്ട് ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡിഫറൻറ്റ് ഫേസസ് ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, section discusses different phases of the system. അതായത് ഇന്ത്യയിലെ പാർട്ടി സംവിധാനങ്ങൾ അത് ഉരുത്തിരിഞ്ഞു വന്നത് പല പല ഘട്ടങ്ങളിലൂടെയാണ് എന്ന് നാം കണ്ടു. അതായത് ആദ്യകാലത്ത് ഇവിടെ ഒരു ആധിപത്യ മനോഭാവത്തോടുകൂടി ഒരൊറ്റ പാർട്ടി എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സിംഗിൾ പാർട്ടി, അത് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെ വന്ന മറ്റ് അനേകം പാർട്ടി സംവിധാനങ്ങൾ കോൺഗ്രസ് നിലനിൽക്കെ പിന്നീട് അങ്ങ് ഒരുപാട് പാർട്ടി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ താഴെ പറയുന്ന സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഫേസസിനെ കുറിച്ചാണ്. ഡിഫറെന്റ് ഫേസസ് ഓഫ് ദി പാർട്ടി സിസ്റ്റം, അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് കോൺഗ്രസ് ഡോമിനൻസ് ഇറ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കോൺഗ്രസിന്റെ ആ ആധിപത്യ കാലഘട്ടം എപ്പോഴാണെന്നുള്ളത് വൺ പാർട്ടി ഡോമിനൻസ് വേഴ്സസ് മൾട്ടിപ്പിൾ പാർട്ടീസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആധിപത്യം നിലനിന്നിരുന്ന അതിൽ നിന്നും പിന്നീട് ആധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പുറകെ കാലങ്ങൾ മുന്നോട്ട് പോയി അതിനനുസരിച്ച് പുതിയ കുറേ അധികം പാർട്ടി രംഗത്തേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Then as you read in Unit 1, നമ്മൾ മനസ്സിലാക്കിയ പോലെ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് had emerged before independence. പല രാഷ്ട്രീയ പാർട്ടികളും രൂപപ്പെട്ടിട്ടുള്ളത് ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെയാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം except a brief period of ജനതാ പാർട്ടി റൂൾ, ഈ ഒരു കാലഘട്ടം ഒഴികെയുള്ള ഇൻഡിപെൻഡൻസിന്റെ പീരീഡ് എടുത്താൽ ജനതാ പാർട്ടി റൂൾ 77-80 കാലയളവ്, ഇറ്റ് വാസ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദാറ്റ് റിമൈൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൾ ഇന്ത്യ ലെവൽ പാർട്ടീസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലയളവ് ഒഴികെ, ഏത് 1977-80 കാലയളവ് ഒഴികെയുള്ള ഒരു വലിയ കാലഘട്ടത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആൾ ഇന്ത്യ ബേസിലുള്ള പാർട്ടി സംവിധാനം. അത് ഏകദേശം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century വരെ അങ്ങനെ തന്നെയായിരുന്നു. രജനി കോത്താരി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വൺ പാർട്ടി ഡോമിനൻസിനെ പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ പാർട്ടി സിസ്റ്റം 50കളിലും 60കളിലും അതിനെ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊന്നില്ല. അതിനെ വിശദമാക്കുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്നത് കോൺഗ്രസ് സിസ്റ്റം എന്നാ പറയുക. ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം 50കൾ നോക്കിയാല് 60കൾ നോക്കിയാല് അവിടെയൊക്കെ വിശദമാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഏതെന്ന രീതിയിലാണ്. കോൺഗ്രസ് സിസ്റ്റം ഇതാണ് ആ ഒരു കാലഘട്ടത്തിലെ പാർട്ടി സംവിധാനത്തെ കുറിച്ച് രജനി കോത്താരി വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആസ് the leading party, the Congress had obtained an absolute majority of seats in parliament in the first 4 general elections. അപ്പോൾ ഇത് മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് പരിപൂർണമായിട്ടും ഭൂരിപക്ഷം പാർലമെന്റ് സീറ്റുകളിലേക്ക് ആദ്യത്തെ 4 ജനറൽ ഇലക്ഷനിലെ അവർക്ക് സീറ്റ് നേടാൻ സാധിച്ചു. കോൺഗ്രസ് പാർട്ടി എൻജോയ്ഡ് ദിസ് പൊസിഷൻ ടിൽ 1967. ഈ ഒരു അവസ്ഥാവിശേഷം അവർക്ക് ആസ്വദിക്കുവാനായിട്ട് 1967 വരെ അവർക്ക് സാധിച്ചു എന്നതാണ്. The Congress was such a dominant force that it secured comfortable majorities in the almost all the elections to the Lok Sabha and the state assemblies in 1952, 1957 and 62. അതായത് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു ഡോമിനന്റ് ഫോഴ്സ് എന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടെന്ന രീതിയിൽ എല്ലാ ഇലക്ഷനിലും, ലോക്സഭ ഇലക്ഷനില്, സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനില്, അതായത് 1952, 1957, 1962 ഇവിടെയൊക്കെ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ മജോറിറ്റി വോട്ട്, മജോറിറ്റി സീറ്റ് ഇതൊക്കെ അവർക്ക് തന്നെ നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദോ ഇറ്റ് നെവർ സെക്യൂർഡ് മോർ ദാൻ 48% ഓഫ് ദ വോട്ട് ഇൻ ദി ലോക്സഭ ഇലക്ഷൻസ്.
that is the highest being 47.78 in 1957. It always secured comfortable majorities in terms of seats. അതായത് 364 സീറ്റാണ് 1952 371 സീറ്റ് 1957 361 1962. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് 50 കഴിഞ്ഞ് അങ്ങോട്ട് 70 എത്തുന്ന പീരീഡ് വരെ കോൺഗ്രസ് പാർട്ടി 77 എത്തുമ്പോഴാണ് അതിനൊരു മാറ്റം, സ്ഥാനചലനം. ആ സമയത്ത് ജനതാ പാർട്ടിക്ക് ചെറിയൊരു അവസരം കിട്ടുകയാണ് 77-80 കാലയളവിൽ. സോ ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലീസിലേക്ക് നോക്കിയാലോ, എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ, വളരെ കുറച്ചൊഴികെ ബാക്കി എല്ലാം തന്നെ ആർക്ക് നേടാൻ സാധിച്ചു? മജോറിറ്റി ഈ പാർട്ടിക്ക് തന്നെയായിരുന്നു. അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയായിരുന്നു സെക്യൂർഡ് കംഫർട്ടബിൾ മജോറിറ്റീസ് almost in all the assembly elections. First 3 general elections saw Congress domination. ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസും വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ ഡോമിനേഷൻ തന്നെയാണ് ഈ സംവിധാനത്തിൽ. അത് തികച്ചും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? ദാറ്റ് വാസ് മാർക്ക്ഡ് ബൈ മൾട്ടി പാർട്ടി സിസ്റ്റം വേഴ്സസ് വൺ ഡോമിനന്റ് പാർട്ടി ഉണ്ട്. അപ്പൊ രാജ്യത്തിനുള്ളിൽ മറ്റനേകം പാർട്ടി സംവിധാനങ്ങളിലൂടെ ഉണ്ടെങ്കിലും അതിനിടയിൽ ഒരു പാർട്ടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഡോമിനൻസ്, അവരുടെ മേധാവിത്വത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ആ കാലയളവിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഈ ഒരു ട്രെൻഡ് ഇത് പിന്നീട് അതിന് കുറച്ച് മാറ്റം വരുന്നത് 4th ജനറൽ ഇലക്ഷനോട് ശേഷമാണ്. 4th ജനറൽ ഇലക്ഷനെ തുടർന്നാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസിന് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ആഫ്റ്റർ ദ 4th ജനറൽ ഇലക്ഷൻ നെഹ്റൂസ് ഡിമൈസ്, അതെന്ത് പറ്റി? ഈ 4th ഇലക്ഷന് ശേഷം ഇവിടെ നെഹ്റുവിന്റെ മരണം സംഭവിക്കുന്നു. ആ നെഹ്റുവിന്റെ മരണം സംഭവിച്ചപ്പോൾ പാർട്ടിയിൽ തന്നെ വിഭജനം ഉണ്ടാവുകയാണ്. അത് കോൺഗ്രസിന്റെ ഡോമിനൻസിന് തകർച്ച ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. സോ ദിസ് ട്രെൻഡ് ഹാഡ് ചേഞ്ച്ഡ് ആഫ്റ്റർ ദ 4th ജനറൽ ഇലക്ഷൻ. നെഹ്റൂസ് ഡിമൈസ് and split in the party had affected the Congress dominance in party system. Even though the Congress was the single dominant party at the center and in the most state, it faced the competition from the non-Congress parties in several states. അപ്പോൾ ഒരേ ഒരു പ്രബല ശക്തി എന്ന രീതിയിൽ ധാരാളം പാർട്ടിക്കാർ മറ്റുള്ളവരുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് ആ ഒരു സെൻട്രൽ സ്റ്റേറ്റ് ലെവലിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിലും പല തലങ്ങളിലും ഇവർ മറ്റു പാർട്ടിക്കാരോട് കോമ്പറ്റീഷന് വിധേയമാകേണ്ട സന്ദർഭങ്ങൾ പല സ്റ്റേറ്റുകളിലും വന്നിട്ടുണ്ട്. There are several instances of it. ഇതിന് പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. The strongest opposition to it came from the CPI in Kerala in the second general election held in 1957. അപ്പോൾ ഇത് ഈ കോൺഗ്രസിനെതിരെ ശക്തമായ പോരാട്ടം അല്ലെങ്കിൽ എതിർപ്പ്, ഒപ്പോസിഷൻ, മത്സരം നേരിടേണ്ടി വന്നത് കേരളത്തിൽ തന്നെ ഉണ്ട്. 1957 കേരളത്തിലെ ഇലക്ഷൻ നടന്നപ്പോഴേക്കും സെക്കൻഡ് ജനറൽ ഇലക്ഷനിൽ CPI ഇവരോട് പോരാടി ജയിക്കുക തന്നെ ചെയ്തു. ഡ്യൂറിങ് 1960s എടുത്താൽ സോഷ്യലിസ്റ്റ് പാർട്ടീസ്, അതുപോലെ BKD, BLD, LD, അതുപോലെ ലെഫ്റ്റ് പാർട്ടീസ്, ജനസംഘ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, DK, ഇങ്ങനെയുള്ള ഒട്ടനേകം പാർട്ടീസ് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലെ ചലഞ്ചിന് ഈ കോൺഗ്രസിന്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരും ഇങ്ങോട്ട് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന രീതിയിൽ ഇവിടെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന രീതിയിൽ മുന്നോട്ട് പോയ ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു ഭീഷണിയായി വന്നത് ഇതുപോലുള്ള പാർട്ടി സംവിധാനങ്ങൾ ഒട്ടനേകം ഇവിടെ മുളച്ചു വന്നത് തന്നെയാണ് അവർക്ക് ഭീഷണിയായത് എന്ന് മനസ്സിലാക്കാം. They mobilize the people on social, economic and political issue. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ പല പാർട്ടി സംവിധാനങ്ങളുണ്ടല്ലോ, അവരും വെറുതെ ഇരുന്നില്ല. അവരും എന്ത് ചെയ്തു? ജനങ്ങളെ ഏകോപിപ്പിച്ച് അവരോടൊപ്പം കൂട്ടി. എന്നിട്ട് സമൂഹം നേരിടുന്ന പല സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെല്ലാം അവരും ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച് ചർച്ച ചെയ്തു. അത് ജനങ്ങളുടെ ഇഷ്യൂസ് ആയിട്ട് ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും അവരും മുന്നോട്ട് വരികയുണ്ടായി. ഇതിന്റെയൊക്കെ ആത്യന്തിക ഫലമായിട്ടോ എന്ത് പറ്റി? 8 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിനെ അവർക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചു. ആര് തോൽപ്പിച്ചു? നോൺ കോൺഗ്രസ് ഗവൺമെന്റ്. So this resulted in the defeat of the Congress in 8 states and formation of the non-Congress government. With this
entered the dominance of the Congress. അപ്പോൾ അങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ പൊട്ടി കോൺഗ്രസ്സുകാർ. അതോടുകൂടി അവരുടെ ആധിപത്യത്തിന് കുറച്ച് മാറ്റം വന്നു. അപ്പോൾ ആ ആധിപത്യത്തിന് വിത്ത് ദിസ് entered the dominance of the Congress which it had enjoyed at the same time both at the center and in most states. അപ്പോൾ സെന്ററിൽ മാത്രം എന്നല്ല, സ്റ്റേറ്റിൽ മാത്രമെന്നല്ല, രണ്ടിടത്തും 8 സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേന്ദ്രത്തിലും ഇവർക്ക് ഗണ്യമായ പരാജയം നേരിടേണ്ടതായി വന്നു. However, it did not result in complete erosion in the support base of the party. ഇങ്ങനെയൊക്കെ പരാജയം നേരിട്ടുവെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങൊലിച്ചു പോയില്ല പാർട്ടി സംവിധാനം. കംപ്ലീറ്റ് ഇറോഷൻ അവിടെ സംഭവിച്ചില്ല. പാർട്ടിക്ക് സപ്പോർട്ട് ബേസ് അപ്പോഴും നിലനിർത്താൻ സാധിച്ചു എന്നത് തന്നെയാണ്. The Congress continued to enjoy support in several states and at the center on several occasions. അപ്പോഴും അവർക്ക് അവരുടെ സപ്പോർട്ട് സിസ്റ്റം അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പല സംസ്ഥാനങ്ങളിലും അവർക്ക് നിലനിർത്തുവാനും സെൻട്രൽ ലെവലിലായാലും സെവറൽ ഒക്കേഷനിൽ അവർക്ക് പിന്നീടും അവർക്ക് അവസരങ്ങൾ ലഭ്യത വന്നിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇറ്റ് സീസ്ഡ് ടു ബി എ സിംഗിൾ ഡോമിനന്റ് പാർട്ടി ആഫ്റ്റർ 1960. അപ്പോൾ അവസരങ്ങൾ വീണ്ടും ഭരിക്കാൻ കിട്ടിയെങ്കിലും ഇവർ ആ സിംഗിൾ ഡോമിനന്റ് പാർട്ടി എന്നുള്ള ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് ഏകദേശം 1960 ശേഷം ആ സിംഗിൾ ഡോമിനന്റ് പാർട്ടി എന്നുള്ള ആ ഒരു പദവി ഇല്ലാതെ ആയി മാറി എന്നതാണ്. ഓക്കെ, ഇതാണ് കോൺഗ്രസ് ഡോമിനൻസ് ഇറ എന്നുള്ള ഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ഡൊമിനൻസ് അവരുടേതായ ഒരു യുഗം, ആ യുഗത്തിനൊരു അന്ത്യം, പുതിയ പുതിയ പാർട്ടികൾ രംഗത്തേക്ക് വരുന്നത്, അതോടുകൂടി അവരുടെ ഡൊമിനൻസ് ഇല്ലാതാകുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് വരുന്നവർ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ക്ലാസ് കേൾക്കുന്നതിനൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻ്റാക്കി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. സപ്പോർട്ട് ചെയ്തു പോരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.